ഹായ്. ആദ്യമായി ടെക്സ്റ്റൈൽ ബിസിനസ് തുടങ്ങുമ്പോൾ ഇതിനെക്കുറിച്ച് എനിക്കോ എൻ്റെ പാർട്ട്നേഴ്സിനോ യാതൊരു അറിവുമില്ലായിരുന്നു. സത്യം പറയട്ടെ, എങ്ങനെയാണ് ബില്ല് എഴുതുക, എങ്ങനെയാണ് രജിസ്റ്റർ എഴുതി സൂക്ഷിക്കുക, എങ്ങനെയാണ് ഭംഗിയിൽ തുണികൾ മടക്കി വയ്ക്കുക എന്നൊന്നും അറിയില്ലായിരുന്നു. സാവധാനം ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചു. എന്നിട്ടും ആദ്യത്തെ കൊല്ലം ഞങ്ങൾ നന്നായി ബിസിനസ് ചെയ്തു. പക്ഷേ ചിലവ് കഴിഞ്ഞ് ബാക്കി വരുന്ന തുക ലാഭമാണ്, അത് ഷെയർ ചെയ്തെടുക്കുക എന്നത് മാത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അതിൻ്റെ ഒരു ഭാഗം ഷോപ്പിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അന്നറിയില്ലായിരുന്നു. അതുപോലെ എങ്ങനെയാണ് വില നിശ്ചയിക്കുക എന്നൊന്നും അറിയില്ലായിരുന്നു. ഒരു കൊല്ലം പൂർത്തിയാകുമ്പോഴേക്ക് കൊറോണ കൂടി വന്നതോടെ ശരിക്കും പെട്ടു. പക്ഷേ വിട്ടുകൊടുക്കാനുള്ള മനസ്സുണ്ടായിരുന്നില്ല. കാര്യങ്ങളൊക്കെ സാവധാനം പഠിച്ചു. പലപ്പോഴും ലോൺ അടയ്ക്കാനും റെൻറ്റ് കൊടുക്കാൻ, പുതിയ പ്രൊഡക്റ്റ് വാങ്ങാൻ എല്ലാം കയ്യിൽ നിന്ന് കാശ് പോയി. എല്ലാം മതിയാക്കി പോകാൻ തോന്നിയ സന്ദർഭങ്ങളുണ്ടായിരുന്നു. പക്ഷേ അറിയില്ല, അപ്പോഴും ഈ ബിസിനസ്സിനെ സ്നേഹിച്ചു. പ്രതിബന്ധങ്ങളെ നേരിടാൻ ആദ്യമൊക്കെ വലിയ വിഷമം തോന്നി. പലപ്പോഴും പലർക്കും കടമായി പ്രൊഡക്റ്റുകൾ കൊടുക്കും, പലർക്കും പ്രൊഡക്റ്റ് വില കുറച്ച് കൊടുത്തു. എല്ലാവരെയും വിശ്വസിച്ചു, പലരും ചതിച്ചു. ഇതെല്ലാം കടക്കണിയിലാക്കി. പിന്നെ സാവധാനം എല്ലാം മനസ്സിലാക്കി, എവിടെയൊക്കെയാണ് പ്രോബ്ലം എന്ന് തിരിച്ചറിഞ്ഞു. കാര്യങ്ങൾ സ്വയം കൈകാര്യം ചെയ്യാൻ മെല്ലെ മെല്ലെ തയ്യാറായി. അപ്പോഴേക്കും പല ഭാഗത്തു നിന്നായി ലോൺ എടുത്തു. എല്ലാം കൂടി നിറവേറ്റിക്കൊണ്ടു പോകാൻ കഴിയുമോ എന്ന പേടിയുണ്ടായിരുന്നു. പക്ഷേ ഒരു ലോണും അടയ്ക്കാതെ ബാക്കിയായില്ല. എല്ലാം കൃത്യസമയത്ത് കൊടുത്തു തീർത്തതുകൊണ്ട് തന്നെ വീണ്ടും ലോൺ തരാൻ ബാങ്കുകൾ തയ്യാറായി. അതിൽ പിടിച്ച് കരകയറാൻ ശ്രമിച്ചു. ഇന്നും ചെറിയ പർച്ചേസൊക്കെ സ്വയം ചെയ്യും. അതിൻ്റെ കൂടെ മറ്റു ചില സ്ഥലങ്ങളിലെ ഡീലർമാരിൽ നിന്നും ഹോൾസെയിൽ പർച്ചേസ് നടത്തും. ഇന്ന് ഓരോ ചെറിയ കാര്യത്തിലും ശ്രദ്ധ കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഒരു പരിധി വരെ നിയന്ത്രണത്തിലായി. പിന്നെ കൊറോണ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കി തന്നു. ഓൺലൈൻ ബിസിനസ്സിൻ്റെ കാലമാണ് ഇനിയെന്ന്. കാലം മാറുമ്പോൾ നമ്മളും മാറിയേ തീരൂ എന്ന് മനസ്സിലായി. കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ തയ്യാറാകാത്തവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്ന് മനസ്സിലായപ്പോൾ അതിനുവേണ്ടി തയ്യാറായി. അങ്ങനെയാണ് സൃഷ്ടി എന്ന ബ്രാൻഡിൻ്റെ പിറവി. ഒന്ന് തീർച്ച, മുന്നേറാൻ തയ്യാറുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നമ്മളെ തളർത്താൻ ആർക്കും സാധ്യമല്ല.